ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ദൂസ്ര ദേവദാസ് എന്ന് പറയുന്ന മമതാ കാരി എഴുതിയ ഒരു സ്റ്റോറിയാണ്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, കാറ്റഗറിയിൽ വരുന്ന ഒരു രചനയാണിത്. അപ്പോൾ ഈ സ്റ്റോറിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് നിങ്ങൾ പറയുന്ന ടോപ്പിക്കുകൾ പറ്റുന്നതൊക്കെ അങ്ങനെ ചാനലിൽ കൊണ്ടുവരാൻ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ സ്റ്റോറിയുടെ ഫുൾ എക്സ്പ്ലനേഷനാണ്. നമ്മളപ്പം മൊത്തം ഒന്ന് വായിച്ച് അർത്ഥം പറഞ്ഞു പോകുന്ന രീതി, നമ്മൾ സാധാരണ പാഠം വായിക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് പറ്റുമെങ്കിൽ ഞാനത് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ദൂസ്ര ദേവദാസ് എന്ന് പറയുന്ന സ്റ്റോറിയാണ്. നമുക്ക് സ്റ്റോറി നോക്കാം. ഇനി ഈ ഒരു സ്റ്റോറി നമ്മൾ നോക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ദാറ്റ്സ് ദ പോയിൻ്റ് എന്ന് പറയുന്നത്. ദേവദാസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഓക്കെ, ഷാറൂഖ് ഖാനും ഐശ്വര്യ റായും അഭിനയിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയായിട്ട് കുറേയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ബന്ധമുണ്ട് ഈ സ്റ്റോറിക്ക്. കാരണം ദേവദാസ് എന്ന് പറയുന്ന ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്താണ്, ഒരു പവിത്ര പ്രേമമാണ്. ദേവദാസ് പാറോ ഇവർ തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് എഴുതിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ദൂസ്ര ദേവദാസ് എന്ന്. ഓക്കെ, ദൂസ്ര ദേവദാസ് എന്നാണ് ഈ സ്റ്റോറിയുടെ പേര്. അപ്പോൾ ഈ സ്റ്റോറിക്കകത്ത് മെയിനായിട്ട് 2 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഒരു ലഡ്ക और एक ലഡ്കി. ഓക്കെ, ലഡ്ക ആൺകുട്ടിയുടെ പേര് സംഭവ് എന്നാണ്, ലഡ്കിയുടെ പേര് പാറോ. ഇതിനകത്ത് സംഭവ് അയാളെയാണ് ദൂസ്ര ദേവദാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് നമ്മളൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള പവിത്രമായ ഒരു പ്രേമമാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ സാധിക്കുന്നത്. അതായത് സംഭവ് പാറോനെ കാണുന്നു. അപ്പോൾ അവർ എന്താണ്, ഫസ്റ്റ് ഇൻസിഡൻറ്റിൽ തന്നെ സംഭവിന് ആ പെൺകുട്ടിയോട് പ്രേമം തോന്നുന്നു. അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സാണ് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് റിച്വൽസ്, അതായത് ഗംഗ തീരത്ത് നടക്കുന്ന കുറേ റിച്വൽസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഈ സ്റ്റോറിയിൽ വരുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രേമം, അതായത് ആദ്യം പാറോനെ കാണുന്നു, വീണ്ടും ആ പെൺകുട്ടിയെ കാണാനുള്ള ആഗ്രഹം അവനിലുണ്ടാവുന്നു. ഓക്കെ, അങ്ങനെ വീണ്ടും കാണുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണ്. ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം നോക്കിയുള്ളൂ. അപ്പോൾ എനിവേസ് നമുക്കിത് ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഇത് NCERTയുടെ 12, അതായത് +2-ൽ ഉണ്ട് ഇത്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ബോർഡിലാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേസ് എനിക്ക് തോന്നുന്നത് നോർത്തിലേക്കായിരിക്കും ഒരു പക്ഷേ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. घर की पोटी पर सांझ कुछ अलग रंग में उतरती है. അതായത് വൈകുന്നേരം വളരെ ഡിഫറൻ്റ് ആണ്. കാരണം ഈ പറയാൻ പോകുന്നത് ഗംഗാതീരത്തെക്കുറിച്ചാണ്. ഓക്കെ, ഗംഗാതട് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അവിടെ നടക്കുന്ന പൂജ, ആരത്തി, അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ പല TV സീരിയൽസ്, ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ കളർഫുള്ളാണ് അവിടുത്തെ ആരത്തി അല്ലെങ്കിൽ ആ പൂജ നടക്കുന്നത്. ഓക്കെ, ദിയാ ബാത്തി ക സമയ യാ കഹലോ ആരത്തി കി ബേല. എന്താണ്, വൈകുന്നേരത്തെ ആ പൂജയുടെ ഒരു സമയമാണ്. 5 ബജെ ജോ ഫൂലോं के दोने 1-1 रुपये में बिक रहे थे इस वक्त 2-2 के हो गए हैं. അതായത് 5 മണിക്ക് ഈ ഫൂലോं के दोने എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിലയിൽ കുറേ പൂക്കൾ വെച്ചിട്ടുള്ള ആ ഒരു ഇതിനെയാണ്. മീൻസ് അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ ചെറിയൊരു ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതെന്താണ്, ആദ്യം ഓരോരോ രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേനും 2 രൂപയാവും. ഭക്തോങ്കോ ഇസ്സെ കോയി ശിക്കായത്ത് നഹി. എന്താണ്, ഭക്തർക്ക് അതിനെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇത്നി ബടി മനോകാമന ലേക്കർ ആയേ ഹുയേ ഹെ. അവരെന്താണ്, വലിയ ആഗ്രഹവുമായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. 1 रुपये മുഹ് തോടെ ഹി ദേഖനാ ഹെ. ഓക്കെ, എന്താണ്, അതായത് ആ ഈശ്വരനെ കാണാൻ വേണ്ടി എത്ര രൂപ മുടക്കാൻ അവർ തയ്യാറാണ്. ഗംഗാ സഫാക്കെ സ്വയം സേവക് ഖാക്കി വർദി മേ മുസ്തൈദി സെ ഘൂം രഹേ ഹെ. അതായത് അവിടെ വോളണ്ടിയേഴ്സും അങ്ങനെയുള്ള
പോലീസുകാരൊക്കെ അതിൽ കറങ്ങുന്നുണ്ട്. വേ സബ്കോ സീറ്റിയാം പർ ബൈഠ്നേക്ക് പ്രാർത്ഥന കർ രഹേ ഹെ. എന്താണ് ഓരോ എല്ലാവരോടും അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കാതെ ഇരിക്കാനൊക്കെ അവർ പറയുന്നുണ്ട്. ഷാൻ ഹോക്കർ ബൈഠിയെ ആരത്തി ശുരു ഹോനെ വാലി ഹെ. കുച്ച് ഭക്തോനെ സ്പെഷ്യൽ ആരത്തി ബോൾ രഖി ഹെ. അപ്പോൾ എന്താണ് കുറച്ച് പേര് സ്പെഷ്യലായിട്ടാണ് പൂജ നടത്തുന്നുണ്ട്. സ്പെഷ്യൽ ആരത്തി യാനി 101 യാ 151 റുപയെ വാലി. 101 എന്ന് വെച്ച് കഴിഞ്ഞാൽ 101. ഓക്കെ, 51 എന്ന് വെച്ച് കഴിഞ്ഞാൽ 151. ഓക്കെ, അങ്ങനെ പല എമൗണ്ടിൽ, അതായത് വലിയ വലിയ എമൗണ്ടിൽ വരെ പൂജ ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. ഗംഗാ തട്ട് പർ ഹർ ചോട്ടെ ബഡേ മന്ദിർ പർ ലിഖാ ഹെ ഗംഗാജി കാ പ്രാചീൻ മന്ദിർ. അതായത് അവിടെയുള്ള എല്ലാ ചെറിയ വലിയ അമ്പലങ്ങളിലും എഴുതിയിട്ടുണ്ട് ഗംഗാജി കാ പ്രാചീൻ മന്ദിർ. ഓക്കെ, അവിടുത്തെ ഏറ്റവും പഴയതായിട്ടുള്ള ക്ഷേത്രമാണെന്ന് അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. പണ്ഡിത് ഗൺ ആരതിക്ക് ഇന്ദസാമയം വ്യസ്ത. അപ്പോൾ എല്ലാവരും ആ ഒരു തിരക്കിലാണ്. പീത്തൽ കി നീലാഞ്ജലിമേ സഹസ്രബത്യ ഹീമേ ഭിഗോക്ക രഖി ഹുയി ഹെ. അപ്പോൾ എന്താണ് അതുപോലെ തിരിയൊക്കെ എന്താണ് നെയ്യിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. സപ്നെ ദേശി ഗീ കെ ഡബ്ബെ അപ്നി ഇമാൻദാരി കെ പ്രതീക് സ്വരൂപ് സജാ രഖേ ഹെ. ഓക്കെ, അതുപോലെ തന്നെ നെയ്യ് കൊണ്ടുള്ള നെയ്പാത്രങ്ങളുണ്ട്. ഗംഗാക്കി മൂർത്തി കെ സാത്ത് സാത്ത് ചാമുണ്ട, ബാലകൃഷ്ണ, രാധാകൃഷ്ണ, ഹനുമാൻ, സീതാറാം കി മൂർത്തിയോ കി ശൃംഗാരപൂർണ്ണ സ്ഥാപന ഹെ. അപ്പോൾ എന്താണ് ഈ ദൈവങ്ങളുടെ ഒക്കെ മൂർത്തികളും ഉണ്ട് അവിടെ. ജോ ബി ആപ്ക ആരാധ്യ ഹോ ചുൻലെ. അതായത് നിങ്ങൾ ആരെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ പൂജിക്കുക. ആരതി സെ പേലെ സ്നാൻ. അപ്പോൾ എന്താണ് ഈ പൂജയ്ക്ക് മുമ്പ് സ്നാനം ചെയ്യുക, അതായത് ഗംഗയിൽ കുളിക്കുക. ഹർ ഹർ ബഹത്ത ഗംഗാജൽ നിർമ്മൽ നീല നിഷ്പാവ്. അവിടെ എല്ലാ പാപങ്ങളും ഇല്ലാതാവുമെന്നാണ് വിശ്വാസം. ഓരത്തെയും ടുപ്കി ലഗാ രഹിയെ. സ്ത്രീകൾ മുങ്ങി കുളിക്കുന്നു. ബസ് ഉനോനെ തട്ട് പർ ലഗെ കുണ്ടോൻ സെ ബന്ദി ജഞ്ചീരേം പകട് രഹിയെ. അപ്പോൾ അവിടെ എന്താണ് ചെയിൻ ഇട്ടിട്ടുണ്ട്, അതിൽ പിടിച്ചുകൊണ്ടാണ് മുങ്ങുന്നത്. പാസി കോയിന കോയി പണ്ടാ ജജ്മാനോക്കെ കപ്പടെ ലത്തോങ്കി സുരക്ഷ കർ രഹാ ഹെ. അപ്പോൾ എന്താണ് അവിടെ ഈ ഒരു നമ്മളുടെ പ്രധാനപ്പെട്ട അതായത് ഡ്രസ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അത് നോക്കാനും ആളുകളുണ്ട്. ഹർ ഏക്കെ പാസ് ചന്ദൻ ഓർ സിന്ദൂർ കി കട്ടോരി. എല്ലാവരുടെയും കയ്യിൽ ചന്ദനം, സിന്ദൂർ അതൊക്കെയുള്ളൊരു പാത്രമുണ്ട്. മർദ്ദോं के माथे पर चंदन तिलक और औरतों के माथे पर सिंदूर का टीका लगा देते हैं पंडे. അപ്പോൾ എന്താണ് പണ്ഡെ, അതായത് പണ്ഡിത് എന്നാണെന്ന് തോന്നുന്നു അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ആണുങ്ങളുടെ തലയിൽ ചന്ദനവും സ്ത്രീകളുടെ നെറ്റിയിൽ സിന്ദൂരവും കൊണ്ട് തൊടുന്നു. കഹീം കോയി ദാദി ബാബ പഹല പോത്ത ഹോനേക്ക് ഖുഷിമേ ആരത്തി കർവാ രഹേ കഹീം കോയി നെയ് ബഹു ആനേക്ക് ഖുഷിമ. അതായത് ചിലരെന്താണ് കൊച്ചുമക്കളുണ്ടായ സന്തോഷത്തിൽ, ചിലർ എന്താണ് മരുമകൾ വന്ന സന്തോഷത്തിൽ, അങ്ങനെ പല പല കാര്യങ്ങൾക്കാണ് പൂജ നടത്തുന്നത്. അഭി പൂര അന്ധേര നഹി കിരാഹെ ഗോകുലി വേലാഹെ. അപ്പോൾ എന്താണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇരുട്ട് വീണിട്ടില്ല. യഖായക് സഹസ്ര ദീപ് ജൽ ഉഠ്തേ ഹെ പണ്ഡിത് അപ്പനെ ആസൻ സെ ഉഠ് ഖടെ ഹോത്തേ ഹെ. ഓക്കെ, എല്ലാ ദീപവും അതായത് മൊത്തം ഇങ്ങനെ ലൈറ്റ് കത്തി അല്ലെങ്കിൽ ആ പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാം ശരിയായി കഴിയുമ്പോൾ പണ്ഡിത് അവിടെ നിന്ന് എണീക്കുന്നു. ഹാത്ത് മേ അങ്കോച്ച ലെപ്പോട്ട് കെ പശ്ചിം ജിലി നീലാഞ്ജലി പകർത്തേ ഹെ ഓ ശുരു ഹോ ജാത്തി ഹെ ആരതി. നീലാഞ്ജലി എന്ന് പറയുന്ന ഒരു വലിയൊരു വിളക്ക് പോലെ ഒരു സംഭവമാണത്. ഓക്കെ, അത് വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ ആ പണ്ഡിത് അതായത് ആ പൂജ ചെയ്യുന്ന ആൾ കയ്യിൽ, അതായത് കൈയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു കവർ എന്തോ ഇടുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷമാണ് ആ ലൈറ്റ് കൊണ്ട് ആ ലൈറ്റ് മീൻസ് എന്താണ് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ദിയ. ഓക്കെ, അതുകൊണ്ട് പൂജ ചെയ്യുന്നത്. ഓക്കെ, ആ വിളക്ക് അത് ചെറിയ വിളക്കല്ല, വലിയ ഹൈറ്റുള്ള ഒരു വിളക്കാണ്. അത് കയ്യിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ വിളക്ക് കയ്യിലെടുത്തിട്ടാണ് പൂജ ചെയ്യുന്നത്. പഹലെ പുജാരിയോं के फर्राए गले से समवेत स्वर उठता है जय गंगे माता जो कोई तुझको ध्याता सारे सुख पाता जय गंगे माता. അപ്പോൾ അവർ ആ മന്ത്രം ജപിക്കുന്നുണ്ട്. ഖണ്ഡേ ഹഡിയാൽ ബജ്തേ ഹെ മനോത്തിയോं के दिए लिए हुए फूलों की छोटी छोटी किश्तियाँ गंगा की लहरों पर ഇട്ലാത്തി ഹുയി ആകെ ബഡ്ത്തി ഹെ. അപ്പോൾ എന്താണ് അവിടെ മണികൾ മുഴങ്ങുന്നു. അതുപോലെ തന്നെ എന്താണ് മനോത്തിയ,
അതായത് ഈ പൂക്കൾ ഒക്കെ എന്താണ്, ഈ പൂക്കൾ അതായത് ഈ ഗംഗയിലേക്ക് ഇത് നിക്ഷേപിക്കുവാണ്. ഓക്കെ, തൻ്റെ ആഗ്രഹം സഫലമാവാൻ വേണ്ടി. അതായത് വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നു. गोताखोर दोनों पकड़ उनमें रखा चढ़ाया हुआ का पैसा उड़ाकर मुंह में दबा लेते. ഈ ഗോത്താഖോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ഗംഗയിൽ അവിടെ ഒത്തിരി ആളുകൾ നിൽപ്പുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അവർ രക്ഷിക്കും. അതുപോലെ തന്നെ ഈ പൂജയ്ക്ക് വേണ്ടി ഈ ചെറിയ ഇലയിൽ പൂക്കൾ വയ്ക്കുന്നതിനൊപ്പം അതിനകത്ത് കുറച്ച് പൈസ കൂടി വയ്ക്കും, കോയിൻസ്. അപ്പോൾ ആ കോയിൻസും കൂടെ വെച്ചിട്ടാണ് ഇത് ഗംഗയിലേക്ക് ഒഴുക്കി വിടുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ എന്താണ്, ഇത് ആ നാണയം ഇങ്ങനെ താന്നു പോവും, അതിവർ എടുക്കും. ഓക്കെ, അതാണ് പൈസ. അതായത് വെള്ളത്തിൽ ചാടിയിട്ട് ഇവർ ആ പൈസ എടുക്കും. പൈസ ഉടാക്കർ മുമ്പേ ദബാലേത്തെ ഏക ഓരത്തിന് 21 ദോനെ തേരായേ ഹെ. ഓക്കെ, അത് ഓരോരുത്തർ ചെയ്യുന്നതാണ്. ഗംഗാപുത്ര ജയ്സേ ഹി ഏക് ദോനെ സെ പൈസ ഉടാത്താ ഹെ ഓരത്ത് അഗല തോന സർക്കാർ ദേത്തി ഹെ. ഓക്കെ, ഗംഗാപുത്ര, അതാണ് ഗംഗാപുത്ര എന്നുദ്ദേശിക്കുന്ന അവരാണ്. ഗംഗാപുത്ര ഉസ് പർ ലപക്താ ഹെ കി പഹലെ ദോനെ കി ദീപക് സെ ഉസ്കെ लंगोट में आग की लपट लग जाती है. पास खड़े लोग हंसने लगते हैं पर गंगा पुत्र हतप्रभ नहीं होता. वो छठ गंगा जी में बैठ जाता है. गंगा मैया ही उसकी जीविക और ജീവൻ है. അതായത് ഇതിലൂടെ തന്നെയാണ് അവരുടെ ആ ഒരു ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. ഓക്കെ, इसके रहते वो 20 चक्कर मुँह पर हर बार रोजगारी बटोरता है. उसकी बीवी और बहन कुशाघाट पर रोजगारी बेचकर नोट कमाती है. അതായത് ഈ നാണയങ്ങളൊക്കെ കൊടുത്തിട്ട് അത് നോട്ടായിട്ട് മാറ്റും ആ ഈ ഗംഗാപുത്രൻ്റെ വൈഫൊക്കെ. ഓക്കെ, 1 रुपये 85 पैसे, അതായത് 1 രൂപ വേണമെങ്കിൽ 85 पैसे അത്രയും കൊടുക്കണം. കബി കബി 80 भी देती है जैसा. ഓക്കെ, 1 രൂപയ്ക്ക് 85 पैसे കിട്ടും. കബി കബി 80 भी देती है जैसा दिन हो. ഓക്കെ, അപ്പം അതാണ് അവരുടെ ഏക സമ്പാദ്യം എന്ന് പറയുന്നത്, ഈ ഗംഗയിലേക്ക് ഒഴുക്കി വിടുന്ന ആ നാണയത്തുട്ടുകളൊക്കെ. പുജാരിയോं का स्वर धकने लगता है तो लता मंगेशकर की सुरीली आवाज़ लाउड स्पीकरों के साथ सहयोग करने लगती है और आरती में यकाएक एक स्निग्ध सौंदर्य की रचना हो जाती है. ओम जय जगदीश हरे से हर की पौड़ी गुंजायमान हो जाती है. ഓക്കെ, അതായത് അവർ പൂജാരികൾ മടുക്കുമ്പോൾ എന്താണ്, ഇങ്ങനെ ഓഡിയോ മീൻസ് ലൗഡ് സ്പീക്കറിൻ്റെ ഹെൽപ്പിലൂടെ ആ ഒരു മന്ത്രം അവിടെ മുഴങ്ങി കേൾക്കും. ഓരത്തേം ജാതാത്ത നഹാക്കർ വസ്ത്ര നഹി ബദൽത്തി. അപ്പോൾ സ്ത്രീകൾ അവിടെ കുളിച്ചിട്ട് ഡ്രസ്സ് മാറാൻ പോകാറില്ല. ഗീലെ കപ്പടോമേഹി ഹടി ഹടി ആരത്തിമേ ഷാമിൽ ഹോ ജാത്തി. അതായത് നനഞ്ഞ ഡ്രസ്സിൽ തന്നെ അവിടെ നടക്കുന്ന പൂജയിൽ പങ്കെടുക്കും. പീത്തൽ की मंजली नीलांजलि गर्म हो उठी है. पुजारी नीलांजलि को गंगा जल में स्पर्श कर हाथ में लिपटे अंगोछे को नामालूम ढंग से गीला कर लेते हैं. दूसरे ये दृश्य देखने पर मालूम होता है वे अपना संबोधन गंगा जी के गर्भ तक पहुंचा रहे हैं. पानी पर सहस्र बाती वाले दीपकों की പ്രതിച്ഛവിയാൻ ചിൽമില രഹി ഹെ. അതായത് പൂജ കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങളാണത്. അതിൽ പൂജ കഴിയുമ്പോഴല്ല, പൂജ നടന്നുകൊണ്ടിരിക്കും. അതായത് ആ നീലാഞ്ജലി, ആ ഒരു വിളക്ക് ചൂടായി കഴിയുമ്പോൾ എന്താണ്, ആ പൂജാരി അതിനെ ഗംഗാജലത്തിൽ തൊടിപ്പിച്ച്, അതായത് ആ കയ്യിലുള്ള അങ്കോച്ച അത് നനയ്ക്കുന്നു. ഓക്കെ, അത്ര അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. पूरे वातावरण में अगरू चंदन की दिव्य सुगंध है. അപ്പോൾ ചന്ദനത്തിൻ്റെയൊക്കെ ദിവ്യമായ സുഗന്ധം അവിടെയുണ്ട്. ആരത്തി കെ ബാദ് ബാരി ഹെ സങ്കൽപ് ഓർ മന്ത്രോച്ചാർ की. അപ്പോൾ ഈ പൂജ കഴിഞ്ഞിട്ടാണ് മന്ത്രോച്ചാരണം തുടങ്ങും. ഭക്ത ആരത്തി ലേത്തെ ഹെ ചടാവ ചടാത്തെ ഹെ. ओके, स्पेशल भक्तों से पुजारी ब्राह्मण फौजदान मिष्ठान की धनराशि कबूलवाते हैं. आरती के क्षण इतने भव्य और दिव्य रहे हैं कि भक्त उज्जत नहीं करते, खुशी खुशी दക്ഷിണ देते हैं. അപ്പോൾ എന്താണ്, ഈ ഭക്തന്മാരും ഇങ്ങനെ ദക്ഷിണ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പൈസ അവിടെ അമ്പലത്തിലേക്കൊക്കെ കൊടുക്കും. പണ്ഡിറ്റ് ജി പ്രസന്ന ഹോക്കർ ഭഗവാൻ की गले से माला उतार कर यजमान के गले में डालते हैं.
ओके, फिर जी होल कर देते हैं प्रसाद, इतना कि अपना हिस्सा खाकर भी ढेर सा बच जाता है बांटने के लिए മുറുമരെ ഇലാച്ചി ദാന കേലെ ഓർ പുഷ്പ്. ഓക്കെ, അതായത് പൂജ കഴിയുമ്പം ഇങ്ങനെ പ്രസാദമൊക്കെ കൊടുക്കുന്നു. ഹർ ചുവാ पर ഭക്തों के चेहरे पर कोई मलाल नहीं, कोई കൈ ഹർ സുഖദായി ഹോത്തെ. അതായത് ഇത്രയും ചിലവ് വന്നാലും ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ മുഖത്തൊരു വിഷമവും ഇല്ല. കാരണം ചില ചിലവുകൾ എന്താണ്, നമുക്ക് സുഖം തരുന്നതാണ്. അതാണ് കൈ ഹർ സുഖദായി ഹോത്തെ. അവിടെ ഒരു സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ട്. ओके, कुछ पंडे अभी भी अपने तख्त पर जमे हैं, देर से आने वाले भक्तों का स्नान ध्यान भी जारी है. അതായത് താമസിച്ച് വരുന്നവർ ഇപ്പോഴും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരത്തിക്ക് दोनों फिर 1 रुपये में बिकने लगे हैं. ഓക്കെ, അതായത് ആരത്തിക്ക് ധോനി, അതായത് എന്താണ് ഇലയിൽ ആ പൂ വെച്ചിട്ടുള്ള അതുണ്ടല്ലോ, അത് വീണ്ടും 1 രൂപയ്ക്ക് തന്നെ വിൽക്കാൻ തുടങ്ങി. ഗംഗാജൽ ആകാശ് കെ സാദ് രംഗ് ബദൽ രഗാഹെ. അപ്പോൾ ഗംഗാജലത്തിലെ അതായത് ആകാശത്തിൽ നിറം മാറുന്നതിനോടൊപ്പം അതായത് രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവ് കാഫി ദേർ സെ നഹാ രഹാ ഥാ. ഓക്കെ, സംഭവ് ഒത്തിരി നേരമായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവ് അതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ക്യാരക്ടർ. ഇതുവരെ നമ്മൾ അവിടെ നടന്ന ആചാരങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമ്മളുടെ മെയിൻ ഹീറോ അതായത് സംഭവ് കാഫി ദേർ സെ നഹാ രഹാ ഥാ. അപ്പോൾ സംഭവിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷനാണ് അത്. ഓക്കെ, അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയെ ഓക്കെ, ബൈ.